പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നാളെ ഞായറാഴ്ച പെന്തക്കോസ്ത് തിരുനാള്. അപ്പോൾ നോക്കി, ഇന്ന് ശനിയാഴ്ച എന്തിനാ പറയണമെന്നറിയോ? അമ്മയുടെ കൂട്ടായ്മയിൽ അല്ലേ, ആ സനക്കൾ, അതായത് മേൽത്തട്ടിൽ സെയ്യോൻ മാളിക മുറിയിലിരുന്ന് അമ്മയുടെ കൂട്ടായ്മയിൽ, അതായത് ഓടിപ്പോയി ശിശുമാരൊക്കെ അമ്മ പിടിച്ച് ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിപ്പിച്ച് ഒരു ഹൃദയത്തോടെ അവർ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അതിശക്തമായി സ്ലീഹന്മാരുടെ മേൽ ഇറങ്ങി വന്നു. പ്രിയ സഹോദരങ്ങളെ, ഇതുപോലെ ഈ ഒരു ദിനത്തിലെ പ്രിയ സഹോദരങ്ങളെ, നാളത്തെ പരിശുദ്ധാത്മാഭിഷേക ശുശ്രൂഷ, നാളെ പെന്തക്കോസ്ത് തിരുനാൾ ആഘോഷിക്കുമ്പോൾ ദൈവമേ വേറെ ഒന്നും ഇനി നിങ്ങൾക്ക് ദൈവമേ എങ്ങനെ ഈ പെന്തക്കോസ്തേക്ക് ഇനി ഒരുങ്ങി, ഇപ്പോൾ ഈ ദിവസങ്ങളൊക്കെ നിങ്ങൾ ഒരുങ്ങുന്നുണ്ടാവുന്ന അച്ഛനറിയാം. ഏറ്റവും അടുത്ത് ഒരുക്കുന്ന പറഞ്ഞ് വേറെ ഒന്നും പറയേണ്ട സഹോദരങ്ങളെ. പരിശുദ്ധാത്മാവേ, 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 ആവർത്തിച്ച് പറഞ്ഞാൽ മതി പരിശുദ്ധാത്മാവ്. ഒരു ഉന്നതമായൊരു അഭിഷേകം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ. പിന്നെ നോക്കിയേ, ഇന്നലെ വെള്ളിയാഴ്ച കുമ്പസാരം നന്നായിരുന്നു കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ യേശുനാമത്തിൽ നല്ലൊരു സ്വാതന്ത്ര്യത്തോടെ ഉള്ളൊരു ഗ്രൂപ്പിനെ ആയിട്ടാണ്. ഇതിൽ യങ്സ്റ്റേഴ്സൊക്കെ ഉണ്ട്. ഒരു സെനക്കൽ പ്രയറിലൊക്കെ അപ്പോൾ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അങ്ങനെ 2 ഗ്രൂപ്പായിട്ടാണ്. പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലൊക്കെ ഭയങ്കര ഉണർവോട് കൂടിയിട്ട്, പ്രത്യേകിച്ച് കുമ്പസാരമൊക്കെ കഴിഞ്ഞപ്പോൾ അതിൽ പലരും പങ്കുവെച്ച കാര്യം, അപ്പോൾ ഷെയറും കൂടി നടക്കുന്നതിൽ ഭയങ്കരമായൊരു സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് കിട്ടിയെന്നുള്ളൊരു അനുഭവമൊക്കെ ഇന്നലെ. പിന്നെ ടിജോ മുള്ളകരച്ചനാണ് ഇന്നലെ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചതൊക്കെ. വലിയൊരു അഭിഷേകമായിരുന്നു വെള്ളിയാഴ്ച വൈകിട്ടത്തെ ബലിയർപ്പണം കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 10-18. അവിടെ നമ്മളുടെ ഒരു വിഷയത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്തെന്നാൽ തന്നെ പ്രശംസിക്കുന്നവനല്ല, കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യൻ. ചിലപ്പോഴൊക്കെ പ്രിയ സഹോദരങ്ങളെ, നമ്മളുടെ സംസാരങ്ങൾ സെൽഫ് ബോസ്റ്റിംഗ് ഭയങ്കരമായ വിധത്തിൽ സ്വയം ഇങ്ങനെ ആത്മപ്രശംസ ചെയ്യാന്ന് പറയില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് PR വർക്കൊക്കെ ചെയ്യുക. അതായത് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെയും മാത്രമല്ല, ഈ PR വർക്ക് ചെയ്തിട്ട് ശരിക്കും ആ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയില്ലേ, അത് ശരിക്കും പ്രിയ. ഒരു പക്ഷേ നമ്മളെക്കുറിച്ച് വേറെ വല്ലവരൊക്കെ ചിലപ്പോൾ സ്വതന്ത്രമായിട്ട് പറയുന്നുണ്ടാകാം. അവർ മിണ്ടാതിരിക്കുക, അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷേ കർത്താവ് പ്രശംസിക്കണം. മറ്റുള്ളവരെന്നെ പ്രശംസിച്ചാലും ഇല്ലെങ്കിലും കർത്താവ് പ്രശംസിക്കുന്നില്ല എങ്കിൽ, അതാണ് എന്തെന്നാൽ തന്നെ പ്രശംസിക്കുന്നവനല്ല, കർത്താവ് പ്രശംസിക്കുന്നവനാണ് സ്വീകാര്യം. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ ശനിയാഴ്ച ദിനത്തിൽ പ്രത്യേകിച്ച് നമ്മൾ നാളെ പെന്തക്കോസ്ത് തിരുനാളല്ലേ, അപ്പോൾ ശരിക്കും പ്രാർത്ഥിക്കുന്നത്, കർത്താവേ അങ്ങയുടെ പ്രശംസ കിട്ടത്തക്ക വിധത്തിൽ ഒരു ദൈവകൃപ ഞങ്ങളിലേക്ക്. നമുക്ക് കഴിഞ്ഞ സെനക്കളിലച്ഛൻ പറഞ്ഞ്, കഴിഞ്ഞ സെനക്കളല്ല, കുട്ടികൾ ആർമി ഓഫ് ജീസസിൽ പറഞ്ഞ്, മക്കളെ ഇവിടെ പ്രേക്ഷിത ശുശ്രൂഷിക്കുന്ന ആരും ഇല്ല കേട്ടോ, നിങ്ങൾ എൻ്റെ സഹോദരങ്ങളെ. അപ്പോൾ അതിലൊരു കുട്ടി ആൻമേരി, അപ്പോൾ ഒരു കുട്ടീനെ വിളിച്ചു നോക്കി. അപ്പോൾ ആ കുട്ടി, അവൾ ഈ ദിവസങ്ങളിൽ, അതായത് മുതിർന്നവരുടെ വ്യാഴാഴ്ച രാവിലെ വന്നു, വ്യാഴം വെള്ളി ശനി ഞായർ ആൻമേരി നിൽക്കുകയാണ്. പിന്നെ വേറൊരു കുട്ടി ഞാൻ നോക്കുമ്പോൾ വ്യാഴാഴ്ച വൈകിട്ടൊരു കുടുംബം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക്, അപ്പോൾ അവൾ വീട്ടിൽ പോയിട്ട് പറഞ്ഞേക്കാണ്. അപ്പോൾ അമ്മ അവിടെ പ്രാർത്ഥിക്കാനും പിന്നെ ശുശ്രൂഷകൾക്ക് സഹായിക്കാനൊന്നും ആൾക്കാരില്ല, അച്ഛൻ തന്നെയാണ്. അപ്പോൾ ആ അച്ഛൻ തന്നെയാണ് ഓടി നടക്കണത്. അങ്ങനെ ആ കുട്ടി ഫാമിലിയായിട്ട്, ഞാൻ നോക്കുമ്പോൾ ഞാൻ 6 മണിയുടെ സെഷന് കയറാൻ നിൽക്കുന്ന സമയത്ത് ഫാമിലിയായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ഇതാണ് പ്രിയ സഹോദരങ്ങൾ നമ്മുടെ ഈ സെൻറ്ററിൻ്റെ ധ്യാനം കഴിഞ്ഞ് പോകുന്നത്. ഇത് എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിക്കാറില്ലേ? ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടെ ധ്യാനത്തിന് വരുന്നവരെല്ലാം സുവിശേഷകരാണ്, ശുശ്രൂഷകരാണ്. ഹല്ലേലൂയ. അതായിട്ട് ദൈവം അവരെ കൺവേർട്ട് ചെയ്യും. അപ്പം നമ്മൾ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥന, പ്രത്യേകിച്ച് നാളത്തെ ദിനത്തിൽ അച്ഛൻ നന്നായിട്ട് ബലിയർപ്പിക്കേണ്ടത്. നാളെ കാലത്ത് ഇടവുപള്ളിയിലും പിന്നെ ഉച്ചയ്ക്ക് നമ്മുടെ സമാപന ദിനമാണ് നാളെ. അപ്പോൾ വലിയ അച്ഛൻ ശക്തമായിട്ട് കുർബാനയിലൊക്കെ ഓർത്ത് കർത്താവെ പെന്തക്കോസ്തേക്കായിട്ട് ആത്മാർത്ഥമായിട്ട് ഒരുങ്ങുന്ന മക്കളുടെ ജീവിതങ്ങളിൽ പ്രകടമായ വിധത്തിൽ യേശു ദൈവമാണെന്നുള്ള ബോധ്യം, അതാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന മറ്റൊന്നുമല്ല സഹോദരങ്ങളെ. പരിശുദ്ധാത്മാവ് യേശു പഠിപ്പിച്ച കാര്യങ്ങൾ ശിഷ്യന്മാർക്ക് മനസ്സിലാവുന്നത് പെന്തക്കോസ്തേക്ക് ശേഷമാണ്. യേശുവിൻ്റെ കൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ പ്രവർത്തിച്ചു, പക്ഷേ അവസാനം ഓടിപ്പോയില്ലേ അവരൊക്കെ. എന്നാൽ പെന്തക്കോസ്ത് അനുഭവം വന്നപ്പോഴോ, യേശു മരിച്ചതുപോലെ എനിക്ക് മരിക്കാൻ യോഗ്യതയില്ല എന്ന് പത്രോസ് പറഞ്ഞിട്ട് പത്രോസ് തലകീഴായിട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ടു. നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ സാക്ഷ്യം നൽകാനൊന്നും പറ്റുന്നില്ലെങ്കിൽ, നമ്മൾ ക്രിസ്ത്യാനിയാന്ന് പറയുമ്പോൾ പലപ്പോഴും ലജ്ജിക്കുന്നുണ്ടെങ്കിൽ, പ്രിയ സഹോദരങ്ങൾ, ഒറ്റ കാര്യമുള്ളൂ, പരിശുദ്ധാത്മാവ് നമ്മൾ നിർവീര്യമായിപ്പോയി, നമ്മൾ നിർവീര്യമാക്കി കളഞ്ഞു. ഈ നിർവീര്യമാക്കിയ ആത്മാവിനെ നമ്മൾ ഉണർത്തുകയാണെങ്കിൽ നമ്മുടെ നഷ്ടപ്പെട്ടതെല്ലാം കർത്താവിന് തിരിച്ചു തരാൻ പറ്റും. ഓ ദൈവമേ, അതിൻ്റെ ഒരു വലിയ കൃപ കർത്താവേ മക്കൾക്ക് നൽകണമേ.
നോക്കിയേ, ഇന്ന് ആന്തരിക സൗഖ്യ ശുശ്രൂഷയ്ക്കാണ് ഈവനിങ്ങിൽ കേട്ടോ. പ്രാർത്ഥിച്ചേക്കണേ. യേശുക്രിസ്തു നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.